പുത്തങ്കള ആനത്താവളത്തിലെ ഒരു കല്യാണത്തിന് വന്നേ. കാവേരി എലിഫൻറ്റ് പാർക്ക്. ഇനി അകത്തോട്ട് പോവാം, അകത്തോട്ട് കയറാം. അതാണ് ഈ വലിയ ട്രാവൽ. ഇതെന്താ ഇത്രയും നീളം? ഇത്രയും വലുതാവുന്നത്. അതിനൊരു ബുക്കുണ്ടെന്ന്. നമ്മളെ കാവേരി എലിഫൻറ്റ് പാർക്കിലെ വിവിധ ഇനം ഫിഷ് ടാങ്കുകളാണ്. അക്വേറിയം. ഇത് വേറൊരു അക്വേറിയമാണ്. അതിൻ്റെ അകത്ത് ചെറിയ മീനുകളാണെങ്കിലും പുതിയ പുതിയ മീനുകളാണ്. നല്ല നല്ല മീനുകളാണ് കിടക്കുന്നത് ഈ അക്വേറിയത്തിൽ. ഇത് വേറൊരു അക്വേറിയമാണ്. ചെമ്മീൻ പോലൊരു മീനാണ് കിടക്കുന്നത് ഈ അക്വേറിയത്തിൽ. ചുവപ്പും ഉണ്ട്, വൈറ്റും ഉണ്ട്. ഇനി അടുത്ത അക്വേറിയം നോക്കാം. ഇതെല്ലാം കാവേരി എലിഫൻറ്റ് പാർക്കിലെ വിശേഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മറ്റൊരു അക്വേറിയമാണ്. ഇവിടെ കാണുന്നത് പുതിയൊരു സൈസ് മീനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആനത്താവളത്തിൽ ഒരു കല്യാണത്തിന് വന്നതാണ്. പുത്തങ്കള ആനത്താവളത്തിൽ. അവിടെ കാവേരി എലിഫൻറ്റ് പാർക്കിൽ ആണ് കല്യാണം നടക്കുന്നത്. അവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രി ആയതുകൊണ്ട് ഇത് വ്യക്തമാവുന്നില്ല. ഇത് പ്ലേ ഗ്രൗണ്ടാണ്. ഈ പാർക്ക് ഇതൊരു പാർക്കാണ്. ഇവിടെ എല്ലാം ഉണ്ട്. അതിന് കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. അതിന് ആനത്താവളത്തിൽ വന്നിട്ട് ആനയെ കാണാതെ പോകണം ശരിയല്ലല്ലേ എന്നുണ്ട്. സന്ധ്യ ആയിപ്പോയി. ഒരാന അവിടെ കയറൊക്കെ പൊട്ടിക്കുന്നു, വലിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുന്നു. കാണാൻ വയ്യ. ഇത് കാവേരി എലിഫൻറ്റ് പാർക്കിലെ ഒരു ദൃശ്യമാണ് ഈ കാണുന്നത്. ഒരു പ്രായമായ മനുഷ്യൻ അവിടെ ഇരുന്ന് ചൂണ്ടയിടുന്നുണ്ട്. ഇതൊക്കെ പകല് വന്നാൽ കാണാൻ നല്ല രസമുള്ള കാഴ്ചകളാണ്. നിങ്ങളിപ്പം രാത്രിയായിപ്പോയെന്നേ ഉള്ളൂ. കുട്ടികളൊക്കെ കളിക്കുകയാണ്. കല്യാണത്തിന് വന്ന കുട്ടികളാണ്. ഇതും പാർക്കിലെ ഒരു ദൃശ്യമാണ്. നമ്മൾ വീട്ടിലോട്ട് പോകാനുള്ള യാത്രയിലാണ്.